യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 2 പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് കർത്താവിൻ്റെ തലയിൽ വെച്ചു. ഇത് പരിഹാസത്തിൻ്റെ സമയമാണ്. അവൻ നമുക്ക് വേണ്ടി നിന്ന സഹിച്ചു. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ വേദനയാണോ നിന്നയാണോ വലുത്? ചില സമയത്ത് നിന്നയാണ് വലുത് എന്ന് തോന്നും. എന്നാൽ തീർത്ത് ഞാൻ പറയുന്നില്ല. വേദന വരുമ്പോൾ വേദന വലുതാണെന്ന് തോന്നും, നിന്ന വരുമ്പോൾ നിന്ന വലുതാണെന്ന് തോന്നും. രണ്ടും വലുതാണ്. ഒന്നിനേക്കാൾ വലുതാണ്. ഒന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒരു പക്ഷേ വേദന സംഹാരി മരുന്നുകൾ ലഭ്യമാണ്. പക്ഷെ നിന്നാ സംഹാരി മരുന്ന് ലഭ്യമല്ലല്ലോ. വേദനയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടായേക്കാം, നിന്നയ്ക്ക് യാതൊരു പരിഹാരവും ഇല്ലല്ലോ. നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെടുന്നു. കിരീടം രാജാക്കന്മാർക്കാണ്. യേശുക്രിസ്തു ജനിച്ചത് രാജാവായിട്ടാണ്. അവൻ ജീവിച്ചതും രാജാവായിട്ട്. അവൻ യെരൂശലേമിലേക്ക് എഴുന്നള്ളുമ്പോൾ അവനെ രാജാക്കന്മാരെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നു. അവൻ ബേത്ലഹേമിൽ പിറന്ന ശേഷം അവനെ കാണുവാൻ വന്ന വിദ്വാൻമാർ പൊന്നും മോരും കുന്തിരുക്കവും കാഴ്ചവെച്ചത് അവിടുത്തെ രാജകീയതയെ ആദരിച്ചുകൊണ്ട് ആകുന്നു. ആകയാൽ കർത്താവിൻ്റെ രാജത്വം അംഗീകരിക്കപ്പെട്ടതാണ്. അവൻ്റെ കുറ്റം എഴുതി കുരിശിൻ്റെ മുകളിൽ തൂക്കിയത് യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. അതാണ് ഇവർക്ക് ഏറ്റവും നിന്ദ്യമായിട്ട് തോന്നിയത്. അതുകൊണ്ട് രാജവേഷം കെട്ടിച്ച് പരിഹസിക്കുകയാണ്. പൊൻകിരീടത്തിന് പകരം മുൾക്കിരീടം വെച്ചിട്ട് കോലുകൊണ്ടടിക്കുമ്പോൾ ആ മുള്ള് തലയോട്ടിയിലേക്ക് ഇറങ്ങി ചോര ഒഴുകി മുഖത്തൂടെ വരും. ഇത് കണ്ട് രസിക്കുകയാണ്. കൊല്ലാതെ കൊല്ലുക. പൂച്ച എലിയെ വേദനിപ്പിക്കുന്നത് പോലെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ തല എപ്പോഴും പാപം നിറഞ്ഞതാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ പാപമാണ് എപ്പോഴും പോകുന്നത്. അതിൻ്റെ ശിക്ഷയാണ് കർത്താവ് ഏറ്റത്. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചിന്താമണ്ഡലം വിശുദ്ധമായിരിക്കാൻ സഹായിക്കണമേ. അശുദ്ധമായ ചിന്തകൾ പൂർണ്ണമായും ഞങ്ങളുടെ ചിന്തയിൽ നിന്ന് മാറിപ്പോകട്ടെ. അതിന് ഞങ്ങളോട് കൃപ ചെയ്യണമേ. പൂർണ്ണമായും വിശുദ്ധമായ ചിന്ത ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ ബഹുമാന്യരായ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ഈ സത്യം തിരിച്ചറിയുവാൻ സഹായിക്കും. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ.